ജനങ്ങൾക്ക് പ്രയോജനം വരണം, വിലക്കയറ്റം തടഞ്ഞു നിർത്തണം, ഉണ്ടാവരുത്. പിന്നെ ക്ഷേമ പെൻഷന്, പിന്നെ ആശാവർക്കന്മാരെ വല്ലതൊക്കെ കിട്ടാനുള്ളവർക്കൊക്കെ അവർക്കൊക്കെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത്. പിന്നെ മെയിനായിട്ട് നമുക്ക് നടക്കാൻ സൗകര്യം വേണം. വയോജനങ്ങളെ എല്ലാ രംഗത്തും പ്രയോജനം വരണം, ഒരു രംഗത്തല്ല. PWD അനങ്ങുന്നില്ല. നിങ്ങൾ ഈ ഓഫീസുകളില് കയറി ഇറങ്ങിയാൽ വല്ല പ്രയോജനമുണ്ടോ? ഇത് അവരെ ഗവൺമെന്റ് ആയിട്ടാണ് നമ്മളെ കാണുന്നത്. ഭരണത്തലവനില്ല, പിന്നെ എന്തോ ചെയ്യും? സെക്രട്ടറിമാർ അവിടെ ഇരുന്ന് അവരെന്തോ ചെയ്യാനാ? വകുപ്പ് മന്ത്രി, ഓരോ വകുപ്പ് മന്ത്രിയുണ്ട്. അത് മുഖേന ഞാൻ കീഴ്പ്പെട്ടു പോകുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണമായിട്ട് വരണം. പിന്നെ അവരുടെ ഉദ്ദേശമൊന്നും നമുക്കറിയത്തില്ല. കേരളത്തിലെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എണ്ണവും സാധാരണ ജനങ്ങൾ, കടത്തറക്കാരും പിന്നെ ബാക്കിയെല്ലാം ജോലിക്കാരും. സാധാരണ ജനങ്ങൾക്കെല്ലാം ഗുണം. ഞാൻ രമേശന്റെ പറയുള്ളൂ. ആ രമേശ് പറഞ്ഞോന്ന് എന്റെ അഭിപ്രായം. അല്ല, ഇതൊന്നും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വേണുഗോപാലിനെ പിടിച്ചേൽപ്പിക്കാൻ നമ്മളെ സുധാകരനെ പിടിച്ചേൽപ്പിച്ചു. സുധാകരനെ പിടിച്ചേൽപ്പിച്ചു. VD സതീശൻ തന്നെ ഇല്ലെങ്കിൽ കേരളം ശാശ്വതമാകത്തില്ല. 5 വർഷം പിണറായിക്ക് തുല്യമാണ്. ഞാൻ പറയാമല്ലോ, കണ്ണാന്റെ മോനും എനിക്ക് അത്ര തൃപ്തിയില്ല. മുരളിക്കും മുരളിയോടും ആ സ്ഥാനം കൊണ്ടുപോകാനുള്ള യോഗ്യതയൊന്നും ആയിട്ടില്ല. 58 കൊല്ലം ഞങ്ങളുടെ മൂപ്പിലാൻ, കോൺഗ്രസ് മൂപ്പിലാൻ പത്തനംതിട്ടയില് കരുണാകരന് വന്നപ്പോ തൊട്ടുള്ള അഭിപ്രായങ്ങൾ മനസ്സിലായി. എന്റെ കുടുംബസ്വത്ത് പോയതേ ഉള്ളൂ കേട്ടോ, രാഷ്ട്രീയം കളിച്ച്. MP-മാരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സുധാകരനാണ്. ഇപ്പൊ VD സതീശൻ തന്നെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലിൽ വേണമെന്നാണ് എന്റെ മെയിനായിട്ടുള്ള താല്പര്യം. അതേ ഇപ്പൊ അഭിപ്രായം. അങ്ങനെ ഒരു തർക്കം നമുക്കില്ല. ആരെങ്കിലും ഒരാൾ ആ കക്ഷിപ്പെട്ട വരണമല്ലോ. കോൺഗ്രസിനകത്ത് സീനിയോറിറ്റി അനുസരിച്ച് ആരെങ്കിലും ഒരാൾ വന്നേ. രാഷ്ട്രീയം ജനാധിപത്യം വന്നു. അവത്തിലെ കലഹങ്ങൾ സോൾവ് ആകണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയില് VD സതീശൻ തന്നെ കയറണം. അപ്പൊ മറുചേരിക്ക് എതിർപ്പ് വരുത്തില്ല. ആർക്ക്? ഹൈക്കമാൻഡോ? ഹൈക്കമാൻഡ് അല്ലെന്ന്, വേണുഗോപാലിന്റെ ഗ്രൂപ്പിന് വരുത്തില്ല. അതാ അവരുടെ ഹൈക്കമാൻഡ് കൊണ്ടുവന്നില്ലേ അത്? പിന്നെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ഇവിടെ വേണ്ട.